ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള വണ്ടി ജാവ 42 ആണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായത് ഇതിൻ്റെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യണില്ല. ഫ്യൂൽ പമ്പ് സൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് എങ്ങനെയാണ് ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യാത്ത വണ്ടീൻ്റെ എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യാനുള്ളത് നോക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഫ്യൂസ് ബോക്സ് ആണ്. ഫ്യൂസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഫ്യൂസ് ബോക്സ് വരിക. അപ്പോൾ ജസ്റ്റ് അത് റിമൂവ് ചെയ്തിട്ട് ഓരോ ഫ്യൂസും കാര്യങ്ങളും സെപ്പറേറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് ഫ്യൂസ് വരിക. അപ്പോൾ അതിലേതെങ്കിലും ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫ്യൂസ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പമ്പിൻ്റെ കണക്ഷന് ചെക്ക് ചെയ്യുക. പമ്പിൻ്റെ കണക്ഷനിൽ കറണ്ട് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ എൻജിൻ്റെ ടാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടെയാണ് ഫ്യൂൽ പമ്പിൻ്റെ കണക്ഷൻ വരിക. ഇതാണ് കണക്ഷൻ വരിക. അപ്പോൾ ഇത് ജസ്റ്റ് ഊരിയിട്ട് ഇതിൽ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് വെച്ച് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 12 വോൾട്ട് ബൾബ് ഇത് പ്ലസ് ഇത് മൈനസ് ആക്കിയിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു 12 വോൾട്ട് ബൾബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഓറഞ്ചും ബ്ലാക്ക് വയർ വരിക. ഈ ഓറഞ്ചിൽ പ്ലസും ബ്ലാക്കിൽ മൈനസായിട്ട് കണക്ട് ചെയ്യുക. നോർമലി ഈ ജാവ 42 അല്ലെങ്കിൽ ജാവൻ്റെ വണ്ടിക്കൊക്കെ കീ ഓണാക്കുമ്പോൾ തന്നെ പമ്പ് വർക്ക് ചെയ്യും. കിൽ സ്വിച്ച് ഓണാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കീ ഓണാക്കിയിട്ട് വോൾട്ടോ അല്ലെങ്കിൽ ബൾബ് കത്തുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ബൾബ് കത്തുന്നുണ്ട്. അതായത് ഈ ഫ്യൂൽ പമ്പുക്കുള്ള കണക്ഷൻ ഓക്കെയാണ്. ഫ്യൂൽ പമ്പുക്ക് കറണ്ട് വരുന്നുണ്ട്. അതായത് കീ ഓണാക്കുമ്പോൾ ഒരു വട്ട ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കണക്ഷന് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്യൂൽ പമ്പ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫ്യൂൽ പമ്പ് വരുന്നത് ടാങ്കിൻ്റെ അടിയിലാണ്. അപ്പോൾ ടാങ്ക് അയക്കാൻ വേണ്ടിയിട്ട് സീറ്റ് അയക്കണം. അപ്പോൾ സീറ്റിന് വരുന്നത് ഇതേപോലെ രണ്ട് സൈഡിലും 5 അല്ലെങ്കിൽ ബോൾട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്കത് റിമൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബോൾട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാങ്ക് റിമൂവ് ചെയ്യണം. ടാങ്ക് റിമൂവ് ചെയ്യാൻ ഈ 2 അല്ലെങ്കിൽ ബോൾട്ട് 6ൻ്റെ ഈ 2 അല്ലെങ്കിൽ ബോൾട്ട് ഊരിയെടുക്കാം. അടുത്തായിട്ട് ചെയ്യുന്നത് ഫ്യൂൽ പമ്പ് ടാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 8 mm 4 ബോൾട്ട് ഉണ്ടാവും. അപ്പോൾ അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഫ്യൂൽ പമ്പ് പ്രോപ്പറായിട്ട്, അതായത് കറക്റ്റ് ഇപ്പം എങ്ങനെയാണ് ഊരുന്നത് അപ്പോൾ അതേപോലെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് അതിൽ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ അടിയിൽ റബ്ബർ ബുഷൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് നല്ലപോലെ ഊരിയെടുക്കാം. ഫ്യൂൽ പമ്പ് നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് മനസ്സിലായത് അവിടെ വരുന്ന ഒരു കപ്ലർ ഉണ്ട്. അതായത് 2 പിന്ന് വരുന്നുണ്ട് പമ്പിൻ്റെ ബോഡിമൊന്ന് മോട്ടറിലേക്കുള്ള. അപ്പോൾ അത് ലൂസായിട്ട് അതായിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അയച്ച സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് പമ്പ് മൊത്തമായിട്ട് റിമൂവ് ചെയ്തിട്ട് ഫുള്ള് ക്ലീൻ ആക്കണുണ്ട്. അതിന് അഥവാ കുറേ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പക്കായി പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കിയാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഊരിയാൽ മതിയല്ലോ. അതായത് ഏതായാലും നമ്മൾ ഇത്രയും ഊരിയതല്ല. അപ്പോൾ ഏതായാലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരാന്ന് വിചാരിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുകയാണ്. ഫുള്ള് പക്ക പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുമ്പോൾ മാക്സിമം ഡീസൽ അല്ലെങ്കിൽ ഡീസലിനെക്കാട്ടി നല്ലത് പെട്രോൾ യൂസ് ചെയ്യണമെന്നല്ലേ. കാരണം ഓൾറെഡി ഇതിൽ പെട്രോൾ വരുന്നതാണല്ലോ. ഡീസലാണെങ്കിൽ പിന്നെയും ക്ലീനാക്കി വാഷൊക്കെ ചെയ്ത് ഒന്ന് ഉണക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പമ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ലൂസ് കണക്ഷൻ ഉണ്ടായിരുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓക്കെ ആക്കിയിട്ട് പമ്പ് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് കറക്റ്റ് ആദ്യം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ ഇൻസേർട്ട് ചെയ്യുക. കറക്റ്റ് ഫിറ്റിംഗ് ആക്കുക.
എന്നിട്ട് നേരത്തെ ഊരിയിട്ടുള്ള ബോൾട്ടുകളൊക്കെ കറക്റ്റ് ടോർക്കിൽ ഓവർ ടൈറ്റ് ആവാത്ത ലെവലിലാക്കുക. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ചെറിയ ത്രെഡാണ് വരുന്നത്, അപ്പോൾ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് കറക്റ്റ് ഫിറ്റ് ആക്കാം. എന്നിട്ട് നമുക്കൊന്ന് വണ്ടിമ്മ കയറ്റി നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പമ്പ് സെറ്റ് ചെയ്തു, ദെൻ ടാങ്ക് സെറ്റ് ചെയ്തു, വയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ജാവൻ്റെ വണ്ടികളൊക്കെ ആകുമ്പോൾ കീ ഓൺ ആക്കുമ്പോൾ തന്നെ പമ്പിൻ്റെ സൗണ്ട് വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം സൗണ്ട് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ സൗണ്ട് വരുന്നുണ്ട്. ഇനി ഒന്ന് സ്റ്റാർട്ട് ആവുമോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല, വണ്ടി ഓക്കെ ആയിട്ടുണ്ട്.